പോയാൽ ഏത് രോഗം ഉണ്ടായാലും ഏത് സീറ് വധിച്ചാലും പേടിക്കണ്ട, ബസ്തന പിന്നാലെ പോകണ്ട. സൗകര്യം ഉണ്ടെങ്കിൽ ചികിത്സിക്കണ്ടെന്നല്ല, ഒരു സൗകര്യം കിട്ടിയ ചികിത്സിക്കരുതെന്നല്ല. ആത്മീയ ചികിത്സകളിൽ 90% തട്ടിപ്പാണ്. ആത്മീയ ചികിത്സകളിൽ 90% തട്ടിപ്പാണ്. ആത്മീയ ചികിത്സകൾ 90% തട്ടിപ്പാണ്. ഞാൻ ഓലും കൂടെ ബാക്കിയുള്ളൂ, ഓലും കൂടി എൻ്റെ മേലെ തിരിഞ്ഞോട്ട്. ആത്മീയ ചികിത്സകളിൽ 90% തട്ടിപ്പാണ്. അവർക്ക് വേണ്ടത് പൈസയും പെണ്ണുമാണ്. അതിൻ്റെ ബാക്കി ഞാൻ പറയാത്തത് വായന മൂടിയിരിക്കുകയാണ്. ആത്മീയ ചികിത്സകളിൽ 90% പെണ്ണ്, പണം, അല്ലാത്ത രക്ഷയില്ല. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാട്ടുകാർക്ക് മന്ത്രിച്ചോതാനിരിക്കണ്ട. അവസാനം നാട്ടുകാരാകെ മന്ത്രിച്ചാലും നിന്റെ ഈമാൻ സലാമത്താവൂല. നാട്ടുകാർക്ക് മന്ത്രിച്ചോതാനിരിക്കണ്ട. ഖൈറില്ല, ഖൈറില്ല. മന്ത്രിച്ചൂതാൻ കഴിഞ്ഞൊരു മന്ത്രിച്ചൂതിക്കോട്ടെ, നമുക്കൊന്നും കഴിവില്ലല്ലോ. മനസ്സിലാവേണ്ട പറഞ്ഞത് എന്താതാവുക? ഒരു പെണ്ണ് കിട്ടും. മന്ത്രിച്ചോദാൻ എന്നാൽ കിട്ടുന്ന സാധനമാണ് പെണ്ണ്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. കുടുങ്ങിയിട്ട് പറയാണ്. ഒരാള് അടുത്തേക്ക് എൻ്റെ ഭാര്യയും കൊണ്ട് മന്ത്രിച്ചൂതാൻ പോയി. അയാൾ വാതിലടച്ച് എൻ്റെ ഭാര്യയെ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ആള് ഈ മജ്‌ലിസിലിരിക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട്, ഇപ്പുണ്ട്, ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഇക്കെട്ടിൻ്റെ ഉള്ളിലുണ്ട്. ഒന്നും കൂടി പറയാം, ഒരു ഉദാഹരണം. അതോടുകൂടെ ഞാൻ എൻ്റെ ഭാര്യയെ തൊലാക്കയില്ലേ, പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇരിക്കണ ഈ മജ്‌ലിസിലുണ്ട്. ഞാൻ ഒരാളടുത്തേക്ക് മന്ത്രിച്ചൂടാൻ വേണ്ടി എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി. അയാൾ അതെന്നെ മന്ത്രിച്ചു, പുറത്താക്കി. പിന്നെ അവളെ മന്ത്രിച്ചു. അവളെ മന്ത്രിക്കല്ലേ അയാൾ ചെയ്ത്, അയാൾ അവളെ വ്യഭിചരിച്ചു. അത് പിന്നെ അവൾ പുറത്തു വന്ന് പറഞ്ഞു തൊലാക്കായി, പിന്നെ ഞാൻ പെണ്ണിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏടായി ഇവിടെയുണ്ട്. അതിൻ്റെ ആത്മീയ ചികിത്സ മുഴുവൻ മോശമാണെന്നല്ല, ഞാൻ 10% ബാക്കിയാക്കിയിട്ടുണ്ടല്ലോ. ആ 10%ത്തിലാണ് നിങ്ങൾ എന്നാണ് വിചാരിച്ചാൽ, ഇതൊരു ആത്മീയ ചികിത്സ കേൾക്കുകയാണെങ്കിൽ ഞാൻ ആ 10%ത്തിലായിരിക്കും വിചാരിച്ചാലേ കുഴപ്പമില്ലല്ലോ, ശത്രുതല്ലല്ലോ. പക്ഷേ ആത്മീയ ചികിത്സയിൽ 90% തട്ടിപ്പാ. പണം പെണ്ണ്, പണം പെണ്ണ്, പണം ഉണ്ടാക്കിയാലുണ്ടാവും, പെണ്ണിങ്ങനെ നന്നാവും. പിന്നെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആണ് അള്ളാഹു നമ്മളെ കഥ ചിന്തിക്കുക. ഇതൊക്കെ അറിയാം. ഇവിടെ ഈ മജ്‌ലിസിലുണ്ട്. ആത്മീയ ചികിത്സകൻ മന്ത്രിച്ചോദി സ്വന്തം ഭാര്യയെ വ്യഭിചരിച്ചതിൻ്റെ പേരിൽ തൊലാക്ക് ചെല്ലാൻ വിധിക്കപ്പെട്ടൊരു സാധുവായ മനുഷ്യൻ ഈ മജ്‌ലിസിലുണ്ട്. എല്ലാ ആഴ്ചയും വരും, കൊല്ലങ്ങളായി വരുന്നുണ്ട് ഈ മജ്‌ലിസിൽ. പിന്നെ ആൾ പെണ്ണിട്ടിട്ടില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തിക്കും, അത്ര മതി. കുറെ വർത്താനല്ല, മനസ്സിലായില്ലേ? ഇതിന്റെ ആത്മീയ ചികിത്സ മുഴുവൻ തട്ടിപ്പാണെന്നല്ല. ഇന്നത്തെ സാഹചര്യം ഞാൻ ഒക്കെ നശിച്ചുപോയിട്ടുണ്ട്. അവിടെ ഒന്നും നിനക്ക് പോകേണ്ടി വരില്ല. പിന്നെ ഒരു 10% നല്ലവരുണ്ട്. ഈ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ അയാളടുത്തേക്ക് അള്ളാഹ് എന്നെ എത്തിക്കും. ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാന്